ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലിനിക്കിൽ പലപ്പോഴും കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു 24-28 വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾ വരുമ്പോൾ അവരുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അവർ പറയുന്നത് അവർക്ക് മുഖക്കുരു വരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക വണ്ണം കൂടി വരുന്നു എന്നുള്ളതായിരിക്കും. അതായിരിക്കും അവരുടെ കൺസേൺ. അപ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് റെഗുലറായിട്ട് മെൻസസ് വരുന്നില്ല എന്നുള്ള കാര്യം. നമ്മൾ പലപ്പോഴും PCOS എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് സ്ത്രീകളുടെ ശരീരത്ത് ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് കാരണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു PCOS. കൂടുതൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ശരീരത്ത് പുരുഷ ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ എല്ലാ മാസവും പീരീഡ്സ് റെഗുലറായിട്ട് വരും അല്ലേ? അത് നമ്മളുടെ ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യമായിരിക്കും ഇവിടെ എഫക്റ്റഡ് ആവുക. നമ്മുടെ ഓവം റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പീരീഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഓവത്തിൻ്റെ റിലീസ് നടക്കാതിരിക്കുകയും അത് കാരണം നമുക്ക് പീരീഡ്സ് വരാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നം. അതുപോലെ തന്നെ ഈ ഒരു മെയിൽ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് കൂടുന്നത് കാരണം നമ്മുടെ ശരീരത്തെ എസ്പെഷ്യലി ഫേസിലൊക്കെ ധാരാളമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ ഒരു മെയിൽ ഹോർമോൺസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളാണ് നമുക്ക് തടി വെക്കുന്നതും നമുക്ക് മുഖക്കുരു വരുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മുഖക്കുരു മാറാനായിട്ട് ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് ഫുഡ് വളരെയധികം കുറയ്ക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കാരണം ഈ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ആണെന്ന് മനസ്സിലാക്കുകയും അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസും ഡയറ്റും ഫോളോ ചെയ്യുക എന്നുള്ളതും മാത്രമാണ്.